ഹായ് ഹലോ. അപ്പോൾ എം ജെ വേൾഡിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന മുഖത്തായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പാലുണ്ണി. അതിനെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് വേദനയില്ല കേട്ടോ. ചെറിയ ഒരു വേദന മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കൈയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകുക. അപ്പോൾ അവരുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ക്ലെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലെൻസ് ചെയ്യുക. അല്ലെങ്കിൽ ആസ്ട്രിജൻ്റ് വെച്ചിട്ട് നമ്മളൊന്ന് നമ്മുടെ മുഖത്ത് എവിടെയൊക്കെയാണോ പാലുണ്ണിയുടെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തിട്ട് അവർക്ക് ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് ഷുഗറോ മറ്റ് രോഗങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നതാണോ, അങ്ങനെ അലർജി രോഗങ്ങളുണ്ടോ എന്നെല്ലാം നമ്മൾ അവരുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ പോകാവൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് വേദനയുണ്ടോ? പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. വേദനയുണ്ടോ? അത് ഒരുപാട് ദിവസം അതിൻ്റെ പാട് കാണുമോ? നമ്മളത് റിമൂവ് ചെയ്തതിൻ്റെ പാട് കാണുമോ? ബ്ലഡ് ഒരുപാട് വരുമോ? അതായത് പാലുണ്ണി മാത്രമല്ല, ചിലർക്ക് അല്ല മുഖക്കുരു പോലെയുണ്ട്, ചിലർക്ക് അരിമ്പാറ പോലെയുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ വലിയ പാലുണ്ണിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കുറേശ്ശെ നമുക്ക് ചെയ്യാവൂ. ഒരുപാട് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും മുഖത്ത് പരീക്ഷണം നടത്തരുത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നവർ ഒരിക്കലും ആദ്യം തന്നെ മുഖത്തേക്ക് നമ്മൾ നമ്മൾ കഴുത്തിനൊക്കെ എടുത്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിലേക്ക് ചെയ്യാവൂ. എന്ന് വെച്ചാൽ ഇപ്പം ട്രെയിനികളായിട്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് എടുക്കുന്നതിന് ഒരു ട്രിക്കാണെന്ന് വെച്ചാൽ വേഗം നമ്മളിത് എടുക്കണം. എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തേക്ക് ഒരുപാട് ഈ സൂചി വെച്ച് നമ്മൾ അമർത്തി കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ അവർക്കത് മുറിയും. എന്ന് വെച്ചാൽ കറണ്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കാരണം ഒരുപാട് ബ്ലഡ് വരാനോ ഒന്നും സാധ്യതയൊന്നും ഇല്ല താനും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിത് ഒരെണ്ണം നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ കോട്ടൺ വെച്ച് നല്ലതുപോലെ അത് തുടച്ച് മാറ്റണം. എന്ന് വെച്ചാൽ നമ്മളത് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കരിച്ചെടുക്കുമ്പോൾ അത് ഒന്നരം തന്നെ അത് തുടച്ച് നീക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൊടി പോലും അവിടെ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ അവിടെ തന്നെ വീണ്ടും ഇത് സ്പ്രെഡാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് പ്രസ് ചെയ്യരുത്. എന്തെന്ന് വെച്ചാൽ അത് ഈ സൂചി കണ്ണിലേക്ക് കൊള്ളാൻ സാധ്യതയുണ്ട്.
സൂക്ഷിച്ച് മാത്രം നമ്മൾ ചെയ്യുക. ഇതെല്ലാം നമ്മളിപ്പം ബ്യൂട്ടി ടിപ്സാണ് കൂടുതലും. ഇനിയിപ്പം ബ്യൂട്ടി ടിപ്സും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടണിൽ ഒന്ന് അമർത്താനും മറക്കരുത്. അപ്പം നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സാധാരണ ഫേസിലാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഈ പാലുണ്ണി കണ്ടുവരുന്നത്. കണ്ണിൻ്റെ മുകളിലെ, മൂക്കിൻ്റെ സൈഡിലെ, മുഖത്തെ, ചെവിയുടെ സൈഡിലെ ഒക്കെയാണ്, കണ്ണിൻ്റെ പോളയിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മൾ ആ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. വീണ്ടും ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ തന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ രണ്ടെണ്ണം പിന്നീട് ചെയ്യാം അങ്ങനെ വെക്കരുത്. എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇത് മറ്റേ ചെയ്യാതിരിക്കുന്നതിൻ്റെ അത് സ്പ്രെഡ് ആവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ വേദന സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു വേദന മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് നമ്മളത് ആ സൂചി എന്നു വെച്ചാൽ ആ നീഡിൽ നമ്മൾ കുത്തുമ്പോൾ ഉള്ളൊരു ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സ്മെല്ലും കാണും. ഇത് കരിയുന്നതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ബ്യൂട്ടി പാർലറിലും തന്നെ ഇതിൻ്റെ ഒരു സർവീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്ക ബ്യൂട്ടി പാർലറിലും ഉണ്ട്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക. അപ്പം നിങ്ങൾ കഴിവതും ഒരുപാട് ഇത് നമ്മുടെ മുഖത്തൊന്നും ആവുന്നതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കഴിവതും നമ്മുടെ മുഖത്ത് 1 or 2 ആവുമ്പോൾ തന്നെ നമ്മളിത് റിമൂവ് ചെയ്യാൻ അടുത്തുള്ള പാർലറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയി നമ്മളിത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കുറച്ചും കൂടെ ആയിട്ട് പോയി റിമൂവ് ചെയ്യാം എന്ന് കരുതി ഇരിക്കുകയേ ചെയ്യരുത്. കുറച്ച് 2 or 3 ഉള്ളെങ്കിൽ തന്നെ നമ്മൾ പോയി ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് എളുപ്പമാണ് മുഖത്തൊക്കെ ഒരുപാടാവുന്നത്. കൂടുതലും മുഖത്താണ് നമ്മുടെ ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിന് നമുക്കൊരു ഓയിൽമെൻറ്റൊക്കെ ഉണ്ട്. അത് നമ്മളത് അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താണ് നമ്മളവരെ വിടുന്നത് തന്നെ. അപ്പം ഇതിൽ നിന്ന് മറ്റു ദൂഷ്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല. അപ്പം നമ്മുടെ ഈ കസ്റ്റമറിൻ്റെ ഫേസിൽ ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ.